നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലത്തിൽ തുടർന്ന് പ്രബോധനത്തിൻ്റെ സമയമാണ്. അതിനായിട്ട് നമുക്ക് അങ്ങോട്ട് കടന്നു പോകാം. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ വായിപ്പാനിടയായി തീർന്നത് 18-ാം സങ്കീർത്തനം വായിപ്പാനിടയായി തീർന്നു. 18-ാം സങ്കീർത്തനത്തിൻ്റെ 29-ാമത്തെ വചനം ആകുന്നു ഭക്തനാകുന്ന ദാവീദ് പറയുന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ ഭക്തൻ പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ആമേൻ. നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ. ആമേൻ. ഭക്തൻ പറയുന്ന ഇപ്രകാരമാണ്, ഞാൻ നിന്നാൽ ആമേൻ പടക്കൂട്ടത്തിന്മേൽ പാഞ്ഞു ചെല്ലും, ഞാൻ എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറപ്പോടെ പറയുന്നു, ഉറച്ച ആമേൻ വിശ്വാസത്തോടുകൂടി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഭക്തൻ പറയുകയാണ്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൽ എൻ്റെ ദൈവത്താൽ, ആമേൻ ലോകത്താലല്ല, ആമേൻ മറ്റൊരു ക്രമീകരണങ്ങളാലല്ല, ഞാൻ എൻ്റെ ദൈവത്താൽ, ആമേൻ ഹല്ലേലൂയ, ഞാൻ ആമേൻ പടക്കൂട്ടത്തിന്മേൽ നേരെ പാഞ്ഞു ചൊല്ലും. ആമേൻ, ആമേൻ. ഭക്തൻ പറയുന്നു, ഉറപ്പോട് പറയുന്നു, എൻ്റെ നേരെ, എനിക്ക് നേരെ ഒരു പടക്കൂട്ടം തന്നെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഒരു വലിയ പ്രതികൂലത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ ശക്തി തന്നെ മുൻപിൽ നിൽക്കട്ടെ, ഞാൻ അതിനെ ഭയപ്പെടത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തോടുകൂടെ ചേർന്നതിനെ അഭിമുഖീകരിക്കും, അതിൻ്റെ നടുവിൽ ഞാൻ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ആമേൻ എനിക്ക് നേരെ കെട്ടിയിരിക്കുന്ന, എനിക്ക് നേരെ തടസ്സം ചെയ്തിരിക്കുന്ന മതിലുകൾ ഞാൻ ചാടിക്കടക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്, എത്ര പേര് ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പകൽക്കാലത്തിൽ. ആമേൻ, എനിക്ക് നേരെയുള്ള പ്രതിസന്ധികളെ, ആമേൻ നമുക്ക് നേരെയുള്ള പ്രതിസന്ധികളെ നോക്കിയിട്ട് ആമേൻ നമുക്ക് നമ്മുടെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ എൻ്റെ പ്രതികൂലങ്ങളെ ചാടിക്കടക്കും, എൻ്റെ രോഗത്തെ ഞാൻ കടക്കും, എൻ്റെ വ്യാധികളെ ഞാൻ ചാടിക്കടക്കും, എൻ്റെ പ്രതികൂലം, എൻ്റെ മേലുള്ള എല്ലാ പ്രതിസന്ധികളെ, എൻ്റെ മേൽ വെല്ലുവിളിക്കുന്ന ഉയർച്ച പ്രാപിപ്പാൻ അനുവദിക്കത്തില്ല, നന്മ പ്രാപിപ്പാൻ അനുവദിക്കുക, വിടുതലുകളെ പ്രാപിപ്പാൻ അനുവദിക്കത്തില്ല, മുന്നോട്ട് പോകുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിക്കുന്ന ശത്രുമണ്ഡലത്തെ നോക്കിക്കൊണ്ട് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദാവീദ് ഭക്തനോടുകൂടെ ചേർന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലത്ത് ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ വിരോധമായി എത്ര പേര് വെല്ലുവിളിച്ചാലും, എത്ര പേര് ഉയർന്നു നിന്നാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും, ആമേൻ എൻ്റെ ദൈവത്താൽ അതിനെ ഞാൻ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ദാവീദിൻ്റെ വിശ്വാസത്തെ ഓർത്ത് ആമേൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്ന. ദാവീദിൻ്റെ വിശ്വാസത്തിനുപരി നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നത് കൊണ്ട്, ആമേൻ നമ്മുടെ പ്രാർത്ഥനകൾ മറുപടി കർത്താവ് നൽകുന്നത് കൊണ്ട് ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് പോരാടി ജയിച്ചവൻ എന്നുള്ളതാകുന്നു. പോരാടി ജയിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ പോരാട്ടം എന്താണ്? നമ്മുടെ പോരാട്ടം പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചു പോരാടുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആമേൻ. നമുക്ക് ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരൊക്കെ പോരാടി പ്രാർത്ഥിച്ചവർ? ദാവീദ് ഭക്തൻ പോരാടി പ്രാർത്ഥിച്ചവനാകുന്നു. യാക്കോബ് പോരാടി പ്രാർത്ഥിച്ചു. ആമേൻ. അവരൊക്കെ ജയം പ്രാപിച്ചു. ആ ദാവീദ്, ഇവിടെ സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് പോരാടി പ്രാർത്ഥിച്ചിരുന്നു. എന്താ പ്രാർത്ഥന? അവൻ്റെ അവൻ്റെ പ്രാർത്ഥന വിഷയം, അവൻ്റെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞു, ഞാൻ എൻ്റെ മുമ്പിൽ, ഹല്ലേലൂയ, ദാവീദ് ഒരിക്കലും ഇങ്ങനെ പറയാനെത്തിയിരുന്നു, ഞാൻ ഒരിക്കൽ ആമേൻ എൻ്റെ മുമ്പിൽ കടന്നു വന്ന അപ്പൻ്റെ ആട്ടിൻകൂട്ടത്തിന് വിരോധമായി കടന്നു വന്ന ഒരു സിംഹത്തോട് ഞാൻ എതിർത്തു. ഹല്ലേലൂയ. സിംഹത്തോട് ഞാൻ പോരാടി. ആമേൻ. അതിനെ ഞാൻ ജയിച്ചു. ആമേൻ. പിന്നൊരിക്കൽ ഒരു കരടി കയറി വന്നു. ആമേൻ. അപ്പൻ്റെ ആടുകൾക്ക് വിരോധമായി. ആമേൻ. ഞാൻ അതിനെ പോരാടി ജയിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. പിന്നെ ഈ ദാവീദ് പറയുന്നു, അപ്രകാരം ഈ മല്ലനെ, ഗോലിയാത്താകുന്ന മല്ലനെ ഞാൻ ജയിക്കും.
എന്ന പകൽക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലത്തെ ജയിക്കുമെന്ന്, ദാവീദിനോടുകൂടെ ചേർന്ന് ജയിക്കുമെന്ന്, പോരാട്ടത്തിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ പോരാടി ജയിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ പോരാട്ടത്തിൽ തോൽക്കത്തില്ല, പോരാട്ടത്തിൽ ക്ഷീണിച്ചു പോകത്തില്ല, പോരാട്ടത്തിൽ പിന്മോക്കം പോകത്തില്ല, ഞാൻ ജയിക്കുമെന്ന്. ഞാൻ ആമേൻ ആമേൻ, കർത്താവ് അതിനെ എന്നെ സഹായിക്കും. ഞാൻ വിശ്വാസത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കും, വിശ്വാസത്തോടുകൂടെ ഞാൻ പോരാടും. ഞാൻ തളർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. കർത്താവ് ഒരുക്കിയിരിക്കുന്നത് പ്രാപിച്ചെടുക്കും. എനിക്കുള്ളതിനെ ആമേൻ, എനിക്കുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. എൻ്റെ ആമേൻ നന്മകളൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കും. ആമേൻ. കുഞ്ഞുമോൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുന്നത് ആമേൻ യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത്. ശ്രദ്ധിക്കണം, ആരാധന ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും കൈയടിക്കരുത്. സ്തോത്രം. ആമേൻ. അനുയോജ്യമായി കൈയടിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം നമ്മൾ മുമ്പിലുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസ വീരന്മാര് പോരാടി പ്രാർത്ഥിച്ചു എടുത്തു. ആമേൻ. നമ്മൾ ഇന്ന് പകൽക്കാലത്ത് ആരൊക്കെ പോരാടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്? ഞങ്ങൾ പ്രാപിക്കും. ദൈവം ഒരിക്കലും ഞങ്ങൾ പ്രാപിച്ചെടുക്കും. സൗഖ്യം ഞങ്ങൾ പ്രാപിച്ചെടുക്കും. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചെടുക്കും. ഞങ്ങളുടെ പ്രാർത്ഥന വ്യർത്ഥമല്ല എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയേറിയ പ്രാർത്ഥന, അത് ദീനക്കാരനായിരുന്നാലും അവൻ വിടുതൽ പ്രാപിക്കുമെന്നാണ്. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ പോരാടി പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ ആമേൻ ആമേൻ അവനെ സഹായിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 28 വരെ ഉള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു കനാന്യ സ്ത്രീയെ കാണാൻ കഴിയും. ആ കനാന്യ സ്ത്രീ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ കനാന്യ സ്ത്രീ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, കനാന്യ സ്ത്രീ എന്ന് പറയുന്നത് കനാന്യർ, ഹല്ലേലൂയ, ഇസ്രായേലിലെ ഒരു വംശമായിരുന്നു. ഇസ്രായേലിലുള്ള ഒരു തള്ളപ്പെട്ട വംശമായിരുന്നു, മറ്റൊരു ജാതിക്കായിരുന്നു. നമ്മുടെ കർത്താവ് വന്നത് എന്തിനു വേണ്ട? ഇസ്രായേൽ മക്കളെ, ഇസ്രായേലിലെ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് കർത്താവ് വന്നത്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയിൽ ഒത്തതല്ല ഈ കനാന്യർ ആമേൻ നേരത്തെ ഉണ്ടായിരുന്ന ജാതികളാകുന്നു. അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവളാകുന്നു. രക്ഷയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് നടക്കുന്നവളായിരുന്നു ഈ കനാന്യ സ്ത്രീ എന്ന് പറയുന്നവർ. ആമേൻ ആമേൻ. നമ്മുടെ കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൻ്റെ നടുവിൽ താനിങ്ങനെ കടന്നു പോകുമ്പോൾ, താനും തൻ്റെ ആമേൻ ശിഷ്യന്മാരും പുരുഷാരുമായി കടന്നു പോകുന്ന സമയത്താകുന്നു ഈ കനാന്യ സ്ത്രീ ആമേൻ കർത്താവിനോട് വന്ന്, ആമേൻ കർത്താവേ, ആമേൻ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് നിലവിളിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകത്തിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാം. മത്തായി സുവിശേഷം 15-21 മുതൽ വായിക്കുമ്പോൾ ആമേൻ പെട്ടെന്ന് അങ്ങ് വായിച്ച് കളയരുത്. ചില കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് നിർത്തി വായിക്കുവാൻ വേണ്ടി കർത്താവ് പറഞ്ഞതും കനാന്യ സ്ത്രീ പറഞ്ഞതും കർത്താവ് അതിന് മറുപടി പറഞ്ഞതുമായ കാര്യങ്ങളെയാകും അവിടെ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഈ കനാന്യ സ്ത്രീ ആമേൻ ഹല്ലേലൂയ വന്ന് ഇങ്ങനെ കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. കർത്താവിനോട് കരുണയ്ക്കായി അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് കർത്താവ് മറുപടി പറയുന്നതും കനാന്യ സ്ത്രീ പറയുന്നതുമായ കാര്യങ്ങളാണ് ഇത് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതിൻ്റെ 21 മുതൽ വായിച്ചാട്ടെ ആരെങ്കിലും. യേശു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞു. ആമേൻ. അവിടെ കനാന്യ സ്ത്രീ വന്ന് തൻ്റെ മകൾക്ക് ഭൂതോപദ്രവം ബാധിച്ചിട്ട് കഠിനമായി വളരെ ഭാരപ്പെടുകയാണ്. ഒരു അന്യ സ്ത്രീയാണ്, അന്യപദക്കാരത്തിയാണ്, കർത്താവിനെ അനുഗമിക്കുന്ന കൂട്ടത്തിലുള്ളവരല്ല, പുറംചാതികൾ. ആമേൻ. ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേലിലും കനാന്യരും തമ്മിൽ ചേർച്ചയില്ല. ആമേൻ ചേർച്ചയില്ല, പരസ്പരം ചേർച്ചയില്ല. വിശുദ്ധനും അശുദ്ധനും എന്നുള്ള വേർപിരിതിരിവ്
അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും അശുദ്ധിയുടെ നടുവിൽ നിന്ന് ഒരു വിശുദ്ധ സ്ത്രീ കയറി വരികയാണ്. വിശ്വാസത്താൽ കയറി വരുന്ന കാഴ്ചയാണ് നമ്മളെ കൂടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. വായിച്ചാലേ എന്താ വായിച്ചത്? അവിടെ യേശുവിനോട് പറയുന്ന, എൻ്റെ മകൾ ബോധോദ്രവം ബാധിച്ച് ഹല്ലേലൂയ വളരെ കഠിനപ്പെട്ട് ഭാരപ്പെടുകയാണ്. അതിന് യേശു തൊട്ടടുത്ത് മറുപടി പറയുകയാണ്, അവളുടെ അപേക്ഷയ്ക്ക് ഉള്ള മറുപടി. മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞു. യേശു അവളോട്, ആ കനാന്യ സ്ത്രീയോട് പറഞ്ഞത് ഒരു വാക്കും ഉത്തരം പറഞ്ഞു. ആമേൻ. അവിടെ ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. ഒരു മനുഷ്യന്റെ അപേക്ഷ അങ്ങോട്ട് പറയാണ്, കർത്താവേ, എൻ്റെ കർത്താവേ എന്ന് പ്രാരംഭത്തിൽ വിളിച്ചു. എന്നിട്ട് വിടുതലുണ്ടായില്ല. കർത്താവേ, എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞു. ഒരു ഉത്തരവുമില്ല. ആമേൻ. നിലവിളിച്ചു നോക്കി, ഒരു ഉത്തരവുമില്ല. യേശുവിൻ്റെ അടുത്ത് ഉത്തരവൊന്നും വന്നില്ല. യേശു ഒന്നും മിണ്ടിയില്ല എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. തുറന്ന് വായിച്ചാലും യേശു ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് ശിഷ്യന്മാർ പറഞ്ഞു, യേശുവേ, ഒരു സ്ത്രീ നിന്നെ അനുഗമിക്കുകയാണ്, നിന്നെ പിന്തുടർന്ന് വരുന്ന ഈ കനാന്യ സ്ത്രീ നിന്നെ ശല്യപ്പെടുത്തുകയാണ്, ഇവിടെ അവൾ നിലവിളിച്ചുകൊണ്ട് വരികയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഓർപ്പിച്ചതിന് ഹല്ലേലൂയ യേശു പിന്നെ മറുപടി തുറന്ന് താഴോട്ട് പറയണം. വായിച്ചാലും അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് ആവശ്യഭാരം അത്ര വലുതാണ്. നമ്മൾ നിലവിളിക്കണമെങ്കിൽ ആമേൻ, ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷനായിട്ട് ആരായിക്കൊള്ളട്ടെ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നിലവിളി ഉണ്ടെങ്കിൽ, നിലവിളിക്കുന്ന എപ്പോഴാണ് വിളിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് നമ്മൾ നിലവിളിക്കാൻ തയ്യാറാവുന്നത്. അല്ലയ അത്ര ആവശ്യഭാരം അത് പ്രാപിച്ചെടുക്കാൻ ലഭിക്കുക അല്ലെങ്കിൽ മുമ്പോട്ട് സാധ്യമല്ല. അപ്പോഴാണ് നിലവിളിക്കുന്നത്. നമ്മുടെ നന്മകൾ രക്ഷയൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെടുമ്പോഴാകുന്നു നമ്മൾ നിലവിളി തുടങ്ങുന്നത്. അയ്യോ, നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടം കയറി വരുമ്പോൾ കാണുമ്പോൾ അയ്യോ രക്ഷിക്കണേ എന്ന് പറയത്തില്ലേ? വിളിക്കും, നിലവിളിച്ച് പറയും, അയ്യോ ആരെങ്കിലും വന്ന് രക്ഷിക്കണേ എന്ന് എന്നൊക്കെ പറഞ്ഞു പോകും. അങ്ങനെ നിലവിളിക്കാണ്. യേശുവിനോട് നിലവിളിച്ചു കൊണ്ട് വരുമ്പോഴാകുന്നു യേശു മറുപടി. താഴോട്ട് വായിച്ചാലും തുടർന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു. അവളെ പറഞ്ഞേക്കണമെന്ന് അവനോട് യേശുവിനോട് പറഞ്ഞു. അതിന് യേശു പറഞ്ഞ മറുപടി ആദ്യം ഒന്നും മിണ്ടിയില്ല. പിന്നെ ശിഷ്യന്മാര് റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് പറയുന്നത്, ആമേൻ, മറുപടി പറയാൻ തുടങ്ങിയത്. യേശു പറഞ്ഞ കാര്യം, അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ തന്നെ അയച്ചിട്ടില്ല എന്നൊരു മറുപടി അങ്ങോട്ട് പറഞ്ഞു. ഓ ഹല്ലേലൂയ. ഒരു മറുപടി അങ്ങോട്ട് പറയാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ അടുക്കലൊന്നും എന്നെ അയച്ചിട്ടില്ല, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് അയച്ചിട്ടുള്ളത്. യേശു ശിഷ്യന്മാരെ അയച്ചപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞയച്ചു. നിങ്ങൾ പുറപ്പെട്ടു പോകുന്നത് ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിന് കാണാതെ പോയ ആടുകളുടെ അടുക്കൽ ചെല്ലുവേൻ എന്നാകുന്നു പറഞ്ഞു വിട്ടത്. പ്രൈസ് ദി ലോർഡ്. യേശു വന്നത് പ്രകാരമാണ്. ആമേൻ. ഇവിടെ അത് അങ്ങനെ പറഞ്ഞതിന് പിന്നെയും ആമേൻ ഈ ഹല്ലേലൂയ ഈ കനാന്യ സ്ത്രീ യേശുവോട് പിന്നെയും സംസാരിക്കുകയാണ്. യേശു അങ്ങനെ ഒഴിയാനൊന്നും ശ്രമിച്ചാൽ ഞാൻ വിടത്തില്ല. യേശു അങ്ങനെ ഒഴിഞ്ഞു പോകാൻ, ദൈവപുത്രൻ, ദാവീദ് പുത്രൻ, കർത്താവായ യേശു, പാപികളെ രക്ഷിക്കുന്നവൻ, പാപമോചനം നൽകുന്നവൻ, രോഗികളെ സൗഖ്യമാക്കുന്നവൻ, അങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് ഞാൻ വിടത്തില്ല. എന്നെ സൗഖ്യമാക്കിയിട്ടല്ല അതിന് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവിടെ വിശ്വാസം അത്ര വലിപ്പമുള്ളതായിരുന്നു. എന്നാൽ യേശുവിനോട് യേശു ഇങ്ങനെ പറഞ്ഞതിന്, ആമേൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് കനാന്യ സ്ത്രീ താഴെ പിന്നെയും സംസാരിക്കാൻ യേശുവിനോട് വായിച്ചാലും എന്താ, കർത്താവേ, എന്നെ കാണാതെ പോയ ആടുകളുടെ അടുക്കളേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കർത്താവേ എന്നെ സഹായിക്കണമെന്ന് കനാന്യ സ്ത്രീ പറഞ്ഞു. വേറെ ആരോടത്തും അല്ല പറഞ്ഞ, കർത്താവായത് യേശുവിനോടാണ്. യേശു പറഞ്ഞിട്ട് യേശുവിന്റെ വചനം എന്താ പറയുന്നത്? യേശുവിനെ കർത്താവേ എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുന്ന ഏവനും രക്ഷിക്കപ്പെടും. രക്ഷയുടെ സന്തോഷം അവർ അനുഭവിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ച ഒരുവൻ കർത്താവേ എന്ന് തൻ്റെ വായ് കൊണ്ട് ഏറ്റു പറയുന്നവൻ, അവൾ കർത്താവേ എന്ന് വിളിച്ച്. രണ്ടാമത് യേശു ഇങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു കളഞ്ഞപ്പോൾ കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന്, കർത്താവ് രക്ഷകനാണെന്നുള്ള ബോധ്യത അവളുടെ ജീവിതത്തിലുണ്ടെന്ന് യേശു മനസ്സിലാക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അതിന് പിന്നെയും യേശു മറുപടി പറയുവാനിടയിൽ തീർന്നു. അതിനുള്ള മറുപടി യേശു വായിച്ചാലും താഴെ, കർത്താവേ എന്നെ സഹായിക്കണമേ
എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ പിന്നെ പറയണ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല എന്ന് യേശു മറുപടി പറയാൻ എഴുതുന്നു. അവൾ ചോദിച്ചതിന് അപേക്ഷിച്ചതിന് ഉത്തരമായിട്ടല്ല, ഭിന്നമാണ്. യേശു വന്നിരിക്കുന്നത് തൻ്റെ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ്, അന്യർക്ക് കൊടുക്കുവാൻ, അന്യർക്ക് അപ്പം കൊണ്ട് ഇട്ട് കൊടുക്കുവാൻ വന്നതല്ല എന്ന് പറയേണ്ടിയിരുന്നു. എന്നോട് കൂടെയുള്ളവർക്ക് ആണ് കൊടുക്കുക. അപ്പൻ്റെ മക്കൾ സ്വന്തം മക്കൾക്ക് കൊടുക്കുവാനാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് ആമേൻ കനാന്യസ്ത്രീ പിന്നെയും വിട്ടില്ല കേട്ടോ. ആർക്ക് കൊടുക്കുക? സ്വന്തം മക്കൾക്ക് തന്നെ കൊടുക്കാൻ കൊണ്ടുവന്നാട്ടെ, അതിരിക്കട്ടെ. പക്ഷേ യേശുവിനെ ഇന്ന് വിടുന്ന പരിപാടിയില്ല. യേശു എന്തു തന്നെ പറഞ്ഞ് ഒഴിഞ്ഞു കളഞ്ഞാലും വിടത്തില്ല. ഇന്ന് ഈ പോരാട്ടത്തിൽ ഞാൻ ജയം പ്രാപിക്കുമെന്നുള്ള വിശ്വാസം ആമേൻ പിന്നെയും തന്നെ ബലപ്പെടുത്തുകയായിരുന്നു. കനാന്യ സ്ത്രീ ബലപ്പെടുത്തുകയായിരുന്നു. ആമേൻ യേശു പറഞ്ഞു, ആമേൻ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. അതിന് പിന്നെയും കനാന്യ സ്ത്രീ പറയുകയാണ്, ഹല്ലേലൂയ, നായ്ക്കുട്ടികളും ഉടയവന്റെ വേശയിങ്കൽ വീഴുന്ന അപ്പം നുറുക്കുകൾ തിന്നുവല്ലോ എന്ന് പറയേണ്ടിയിരുന്നു. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഞങ്ങളൊക്കെ തള്ളപ്പെട്ടവരാണെങ്കിലും, ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിലും, പരിഹസിക്കപ്പെട്ടവരാണെങ്കിലും, നിന്ദിക്കപ്പെട്ടവരാണെങ്കിലും, അപമാനിക്കപ്പെട്ടവരാണെങ്കിലും, വിടുതൽ പ്രാപിപ്പാൻ യോഗ്യത ഇല്ലാത്തവരാണെങ്കിലും, പാപികളാണെങ്കിലും ഞങ്ങളെ വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങ് ആമേൻ പാപമോചനം നൽകുന്ന രക്ഷകനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്താൽ ഞങ്ങൾ വിടുതൽ പ്രാപിക്കും എന്നുള്ള വിശ്വാസം. ഓ ഹല്ലേലൂയ. നായ്ക്കുട്ടികളും ഞങ്ങൾ പുറംചാതി മക്കൾ എങ്കിലും ഞങ്ങൾ ആമേൻ അങ്ങ് മേശയെങ്കിൽ വിളമ്പുന്ന അപ്പനുറുക്കുകൾ മേശയുടെ ചുവട്ടിൽ നിന്ന് ഞങ്ങളും ഭക്ഷിക്കുന്നുവല്ലോ എന്ന് കനാന്യസ്ത്രീ അത്ര വിശ്വാസത്തോടുകൂടി പറഞ്ഞു. യേശുവിനോട് കൂടെ നേരിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോരാട്ടത്തിൽ തളർന്നിട്ടില്ല. അന്നമേൻ കനാന്യസ്ത്രീ തളർന്നു പോയില്ല. ആമേൻ പിന്മാറ്റം പോയില്ല. ആമേൻ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു കാര്യം കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ പോയാൽ പിന്നോക്കം പോയി. കർത്താവ് എത്ര തന്നെ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല. ഇനി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നില്ല. ആമേൻ നമ്മുടെ ദേശത്തിൽ എത്ര പേർ അതങ്ങനെ നടക്കുന്നുണ്ട്. ആമേൻ ഒത്തിരിയൊക്കെ പ്രാർത്ഥിച്ചു നോക്കിയിട്ട് വിടുതൽ ലഭിക്കുന്നില്ലെന്നുള്ളത് കണ്ടിട്ട് പിൻഭാഗത്ത് എത്ര പേരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പിന്മാറി പോകാൻ വേണ്ടിയുള്ളതല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, പോകാൻ വേണ്ടി അല്ല ദൈവം എന്നൊക്കെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവിടെ യേശു നോക്കിയപ്പോൾ അത്രയും ആമേൻ കർത്താവിനോട് എതിർത്ത് നിൽക്കുകയാണ്, എതിർത്ത് ആമേൻ അവനോട് പോരാടുകയാണ്. ഇപ്പോൾ യേശുവിനോട് പോരാടുകയാണ്. ഹല്ലേലൂയ. യേശു തുടർന്ന് താഴോട്ട് പറഞ്ഞ കാര്യം വായിച്ചാലും വചനം വായിച്ച വചനത്തിന്റെ താഴെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല, നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ വായിച്ച വചനങ്ങളാണ്. യേശു അവനോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നീ ആരായിക്കൊള്ളട്ടെ, നീ തള്ളപ്പെട്ടവളായിക്കൊള്ളട്ടെ, ഉപേക്ഷിക്കപ്പെട്ടതായിക്കൊള്ളട്ടെ, നീ യോഗ്യത ഇല്ലാത്തവളായിക്കൊള്ളട്ടെ, നിന്റെ വിശ്വാസം വലുത്. ആമേൻ. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നു ആ നാഴികയിൽ തന്നെ അവളുടെ മകളുടെ ബോധോദ്രവം വിട്ടുപോയി. ഇന്ന് പകൽക്കാലം എത്ര പേർ നമ്മൾ കർത്താവിനോട് മുട്ടി അപേക്ഷിക്കും. ആമേൻ. ഇടപെടാതെ പ്രാർത്ഥിക്കും. എത്ര പേർ മുട്ടി അപേക്ഷിക്കും, എത്ര പേർ കർത്താവിനോട് യാചിക്കും. ആമേൻ. കർത്താവ് പറഞ്ഞു, ആമേൻ, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, യാചിപ്പിൻ ലഭിക്കും. ഇന്ന് പകൽക്കാലത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ആമേൻ മറുപടി തൽക്കാലം ലഭിച്ചില്ല എന്നിരിക്കും. ആമേൻ വല്ല അല്പം വൈകിപ്പോയി എന്നിരിക്കും. കർത്താവ് ആമേൻ നമ്മെ സഹായിപ്പാൻ മതിയ ദൈവം, നമ്മെ സഹായിപ്പാൻ നമ്മളെ ശക്തനാക്കുവാൻ മതിയ ദൈവം. അവൻ നമ്മെ ജീവപര്യന്തം അവൻ വഴി നടത്തും എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അങ്ങനെ ഒത്തിരി പേര് ലോകത്തിൽ കാണാതെ പോയിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അവരെ തിരഞ്ഞു രക്ഷിപ്പാൻ ഇവിടെ ആമേൻ കനാന്യ സ്ത്രീയെ കാണാതെ പോയവരായിരുന്നു. ലോകക്കാരൊത്തിരി കാണാതെ പോയതാണ്. എന്നാൽ കർത്താവ് അവളെ കണ്ടെത്തി കേട്ടോ. കർത്താവിനെ അവൾ കണ്ടെത്തി. നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക്
കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. ലോകാചാരങ്ങൾ പ്രകാരം, ലോക അനുഷ്ഠാനങ്ങൾ പ്രകാരം, ആമേൻ, ലോക ഇമ്പപ്രകാരം ഒത്തിരി ആമേൻ വഴി തെറ്റിപ്പോയവരാണ് നമ്മുടെ ജീവിതത്തിൽ. ആമേൻ, നമുക്കിന്ന് പകൽക്കാലത്ത് എത്ര പേർക്ക് കർത്താവിനോട് ചേർന്ന് വരുവാൻ, കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ, കർത്താവിനോട് പോരാടുവാൻ എത്ര പേർക്ക് കഴിയും? കർത്താവിൻ്റെ ദൂതനോട് പോരാടുവാൻ. യെസ്, യാക്കോബ് പോരാടി പ്രാർത്ഥിച്ചവൻ, ദാവീദ് പോരാടിയവൻ. ആമേൻ, ഹല്ലേലൂയ. ശത്രുവോട് പോരാടിയവൻ. ദാവീദ് ശത്രുവോട് പോരാടി ജയിച്ചവനാണ് ദാവീദ്. ഇന്ന് പകൽക്കാലത്ത് നമുക്ക് എത്ര പേർക്ക് ആമേൻ ഈ പോരാട്ടത്തിൽ തളർന്നിടാതെ, ശത്രു തന്നോട് തീയമ്പുകളെ എത്ര തൊടുത്തു വിട്ടാലും ആമേൻ എന്നെ ജയിക്കത്തില്ല, തന്നെ അമ്മ ജയിക്കും. നമ്മുടെ മുമ്പിൽ ഒരു നായകൻ ഉണ്ടെന്ന് എത്ര തന്നെ തൊടുത്തിയാട്ടെ. യെസ്, വിശ്വാസത്തോടെ പറയുക, വിശ്വാസത്തോടെ പറയാമോ? ശത്രുവിൻ്റെ തീയമ്പുകളെ കർത്താവ് കെടുക്കുമെന്ന്. ആമേൻ, ശത്രു ആമേൻ നമുക്ക് നേരെ ചെയ്യുന്ന ആയുധങ്ങളൊന്നും ഫലിക്കത്തില്ലാന്ന്. ആമേൻ, യാക്കോബിന് ഫലിക്കത്തില്ലാന്ന്. ദൈവത്തിനെ ആരാധിക്കുന്ന ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന മക്കൾക്ക് ശത്രുവിൻ്റെ ആയുധങ്ങളൊന്നും ഫലിക്കത്തില്ല. ആഭിചാര യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിൽ ഫലിക്കത്തില്ല എന്ന് എത്ര പേർ പറയാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ ഓർക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഉദയസന്നിധിയിൽ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ആമേൻ. ഷദാരബ ഷമാനഖാദിയാദരാജനാദിയാദരാദര യേശുവിൻ്റെ നാമത്തിൽ അവർ പ്രാർത്ഥിക്കുന്നത് പോലെ അവർക്ക് സംഭവിക്കട്ടെ. അപ്പ അതിൻ്റെ മേൽ ഉണ്ടാകട്ടെ ദൈവ സാന്നിധ്യത്താൽ എൻ്റെ മക്കളെ. റീ കാലാബ സന്തരാദര യേശുവിൻ്റെ നാമത്തിൽ ജയോത്സവമായി തീരട്ടെ. അപ്പ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പിന്നെയും നമ്മൾ ദൈവജനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആമേൻ, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 32:22 മുതൽ വായിക്കുമ്പോൾ ചില വചനങ്ങൾ വായിക്കുമ്പോൾ അപ്രകാരം കാണുവാൻ കഴിയുന്നത് യാക്കോബ്. ആമേൻ, ഹല്ലേലൂയ. അവിടെ കാണുവാൻ കഴിയുന്നു ഉൽപ്പത്തി 32:22 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ യാക്കോബ് തനിക്കുള്ളവരെ ഒക്കെയും ആറ്റിനക്കരെ കടത്തിയ ശേഷം, ആമേൻ, അക്കരെ കടവ് കടത്തിയതിന് ശേഷം യാക്കോബ് താൻ ഏകനായി, ആമേൻ, അവിടെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി അന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 32:22 മുതൽ. ഹല്ലേലൂയ. അവിടെ കാണുന്നു രാവിലെ എഴുന്നേറ്റ് തന്റെ രണ്ട് ഭാര്യമാരും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടന്നു. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ട്. മതി, സ്തോത്രം. അവിടെ തുറന്ന് വായിക്കണം. അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് യാക്കോബ് തനിക്കുള്ളവരെ, ആമേൻ, തനിക്ക് ദൈവമെന്ന കർത്താവ് ആമേൻ നൽകിയവരെ ഒക്കെയും. അല്ലെങ്കിൽ യാക്കോബിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നാലും ആമേൻ പിന്നെയും തനിക്ക് വേണ്ടി പിന്നെയും അനുഗ്രഹത്തിൻ്റെ ഉറവുകളെ കർത്താവ് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു വരുന്ന വ്യക്തിയാണ്. ആമേൻ, തൻ്റെ മുമ്പിലുള്ള യാക്കോബിൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചവരെ ഒക്കെയും ആയിട്ട് യാത്ര ചെയ്ത് ആമേൻ യോർദാൻ്റെ കടവിങ്കൽ വരികയായിരുന്നു. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ ആമേൻ തനിക്കുള്ളവരൊക്കെയും യോർദാൻ കടത്തിയതിന് ശേഷം താൻ ഒറ്റയ്ക്കായി ഏകാന്തതയിൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ആരംഭിച്ചു. പ്രാർത്ഥിച്ചു ഇതുവരെ ആമേൻ ദൈവം നൽകിയ സകല നന്മകൾക്കും സകല അനുഗ്രഹങ്ങൾക്കും സകല വിടുതൽക്കും താൻ അപാത്രനാണെന്ന് പറഞ്ഞ് പോരാടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആമേൻ പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. ആമേൻ ഒരു പുരുഷൻ പ്രഭാതം വരെ അവനോട് മല്ലു പിടിക്കുവാനിടയെ തീർന്നു. ഹല്ലേലൂയ. മല്ലു പിടിക്കുവാനിടയെ തീർന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ്റെ ആമേൻ പ്രാർത്ഥന കേൾക്കുവാൻ ഇടങ്ങി വന്നവൻ്റെ ജീവിതത്തിൽ മല്ലു പിടിക്കുവാൻ അവൻ പോരാടി പ്രാർത്ഥിക്കുവാനിടയെ തീർന്നു. അവൻ്റെ പോരാട്ടത്തിൽ ചേർന്ന് അവനെ അനുഗ്രഹിക്കുവാൻ, പോരാടി പ്രാർത്ഥിക്കുന്നവനെ അനുഗ്രഹിപ്പാൻ കടന്നു വന്ന ദൂതൻ. ഹല്ലേലൂയ. ആമേൻ. ദൂതൻ ഹല്ലേലൂയ യാക്കോബിനോട് നിന്റെ പേരെന്താകുന്നു? എൻ്റെ പേര് യാക്കോബ്. എൻ്റെ പേര് യാക്കോബ്. എന്നാൽ ദൈവത്തോടും മനുഷ്യനോടും
പോരാടി ജയിച്ചിരിക്കുക, മല്ലുപിടിച്ച് ജയിച്ചിരിക്കുക. നിന്റെ പേര് ഇന്നു മുതൽ യാക്കോബല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ എന്ന് ദൂതൻ പറയുവാനിടയിൽ തീർന്നു. അവനെ അനുഗ്രഹിപ്പാനിടയിൽ തീർന്നു. ദൈവത്തോട് മല്ലുപിടിച്ച് ജയിച്ചവനാണ് ദാവീദ്. ആമേൻ. ഇസ്രായേൽ, ദൈവമേൻ മല്ലുപിടിച്ച് ജയിച്ചവൻ്റെ പേരെന്താകുന്നു? ഇസ്രായേൽ. ഭൂതലത്തിൽ ആരും ദൈവത്തോടും മനുഷ്യനോടും മല്ലുപിടിച്ച് ജയിച്ചിട്ടില്ല. ഹല്ലേലൂയ, ആമേൻ. മനുഷ്യനോട് ചിലപ്പോൾ മല്ലുപിടിച്ച് പലരും ജയിച്ചിരിക്കാം. പക്ഷെ ദൈവത്തോട് മല്ലുപിടിച്ച് ജയിക്കണമെങ്കിൽ ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ദൈവമായിട്ടുള്ള ബന്ധം അപ്രകാരമായിരിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരിക്കണം, ദൈവത്തോടു കൂടെ നടക്കുന്നവനായിരിക്കണം, ആമേൻ, ദൈവം പോലെ ഇരിക്കുന്നവനായിരിക്കണം, ദൈവത്തെ പാടി ആരാധിക്കുന്നവനായിരിക്കണം, ദൈവവഴിയിൽ നടക്കുന്നവനായിരിക്കണം, ദൈവത്തിന് കൊടുക്കുന്നവനും ദൈവത്തിൽ നിന്ന് വാങ്ങുന്നവരും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്നവരും ആയിരിക്കണം. ഓ ഹല്ലേലൂയ, അങ്ങനെ ദൈവത്തോടു കൂടെ പോരാടി ആമേൻ നടക്കുന്നവനായിരിക്കണം. ആമേൻ, കർത്താവേ എനിക്ക് നൽകണം ഈ അനുഗ്രഹങ്ങൾ, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളൊന്നും പോരാ, ഇനിയും തന്നെ അനുഗ്രഹിക്കണമേ. ഇതുവരെ ഞങ്ങൾ അനുഭവിച്ച വിടുതലെന്ന് പോരാ, പിന്നെയും ആമേൻ വിടുതലിന് വേണ്ടി പോരാടി പ്രാർത്ഥിച്ചു വരുന്നവരാണ് ദാവീദ്. ഹല്ലേലൂയ, ആമേൻ. എല്ലാ തലത്തിലും അവനെ അനുഗ്രഹിപ്പാനിടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. അവനെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പ്രവാമേ അവൻ്റെ പേര് മാറ്റുമെന്ന് പറയുന്നത് മാത്രവുമല്ല, യാക്കോബിനെ ഇസ്രായേൽ എന്ന് മാറ്റുമെന്ന് പറഞ്ഞത് മാത്രവുമല്ല, അവനെ അനുഗ്രഹിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ കർത്താവിനോട് കൂടെ ആമേൻ പോരാടി ഞങ്ങൾ പ്രാപിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. യാക്കോബ് പറഞ്ഞ പ്രകാരം നിന്നെ ഞാൻ വിടത്തില്ല. ആമേൻ. കർത്താവ് എന്നെ സൗഖ്യമാക്കിയിട്ടല്ലാതെ, കർത്താവ് എന്നെ വിടിവിച്ചിട്ടല്ലാതെ, കർത്താവ് എന്നെ മാനിച്ചിട്ടല്ല ഞാൻ വിടത്തില്ലെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് വിശ്വാസത്തോട് എത്ര പേർക്ക് പറയുവാൻ കഴിയും? അവരെ സഹായിക്കുന്ന, അവരെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോശയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് യാക്കോബ്. ആമേൻ. അവിടെ ഒന്ന് വായിച്ചാൽ ഹോശയ പ്രവാചകൻ എഴുതിയ ഹോശയ 12:3-4 വചനങ്ങൾ ഒന്ന് വായിച്ചാലും അവിടെ യാക്കോബിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടും മനുഷ്യനോടും പോരാടി ജയിച്ച യാക്കോബിനെ കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ച് അവിടെ പറയുന്നത്. അവൻ ജയിച്ചവൻ, അവൻ ജയിച്ചവനെന്ന് പറയുന്നു. യാക്കോബിനെ കുറിച്ച് വായിച്ചാലും ഹോശയ 12:3-4 അവിടെ പറയപ്പെടുന്നത്, യാക്കോബ് തൻ്റെ പുരുഷപ്രായത്തിൽ തൻ്റെ ദൈവത്തോട് പോരാടി, അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. ഹല്ലേലൂയ. 12:3-4 ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയും യാക്കോബ്, ഇസ്രായേൽ തൻ്റെ യൗവനത്തിൽ, തൻ്റെ പുരുഷപ്രായത്തിൽ, തനിക്ക് ബലം ക്ഷയിക്കുന്നതിന് മുമ്പ്, ബലവാനായിരിക്കുന്ന കാലത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആമേൻ, ആമേൻ. ദൈവത്തോട് പൊരുതി ജയിച്ചു എന്നുള്ളതാണ്. യാക്കോബിനെ അവന്റെ നടപ്പിന് തക്കവണ്ണം മതി, അത് വായിക്കേണ്ട, അതില്ല. സ്വതന്ത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നതാണ്, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. എത്ര പേർ പ്രാർത്ഥിക്കും തയ്യാറാവും? യൗവനക്കാർ ഇന്ന് മുഴുവൻ പേരും മൊബൈൽ ഫോൺ വെച്ച് ഞോണ്ടി നടക്കുകയാണ്. ഹല്ലേലൂയ. മൊബൈൽ ഫോൺ വെച്ച് ഞോണ്ടി നടക്കുകയാണ്, മൊബൈൽ ഫോൺ വെച്ച്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? എത്ര പേര് ദൈവത്തോട് പോരാടും? ദൈവശബ്ദം എത്ര പേർ കേൾക്കും? കർത്താവിനെ എത്ര പേർ അനുഗമിക്കും? രക്ഷകനാകുന്ന യേശുവിനെ എത്ര പേർ അനുഗമിക്കും? ഹല്ലേലൂയ. ഹോശേയുടെ പുസ്തകത്തിൽ പറയുന്നത്, അവൻ പുരുഷപ്രായത്തിൽ, അവൻ്റെ യൗവനത്തിൽ അവൻ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് നടന്നു, സൃഷ്ടാവിനെ ധ്യാനിച്ചു കൊണ്ടു നടന്നു. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന് എന്തെങ്കിലും നന്മയ്ക്ക് കുറവ് വന്നോ? എല്ലാ തലത്തിലും അനുഗ്രഹം അവനുണ്ടായി. ഇന്നത്തെ ദൈവമായിട്ടുള്ളതൊന്നും മനുഷ്യന് വേണ്ട കേട്ടോ. ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ എല്ലാവർക്കും വേണം. അതിനുവേണ്ടി മൊബൈൽ ഫോൺ ഞണ്ടുകയാണ്. മനുഷ്യരെ നോക്കുന്നത് മനുഷ്യനെയാണ്, ദൈവത്തെ ആരും നോക്കുന്നില്ല.
ഇവിടെ യാക്കോബ് ആമേൻ തൻ്റെ പുരുഷപ്രായത്തിൽ തൻ്റെ ദൈവത്തെ നോക്കി. ദാവീദിൻ്റെ പുരുഷപ്രായത്തിൽ മറ്റാരെയും നോക്കിയില്ല, ദൈവത്തെ നോക്കി, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് പോരാടി പ്രാർത്ഥിച്ചു, ജയം അവർക്ക് നൽകി എന്നുള്ളതാണ് ആമേൻ ഇവിടെ പറയുന്ന ഹോശേയുടെ പുസ്തകത്തിലൂടെ പറയുന്ന. അവൻ ദൈവത്തോട് ആമേൻ തൻ്റെ ദൈവത്തോട് പോരാടി, അവൻ തന്നോട് പൊരുതിയ ദൂതനോട് പൊരുതി ജയിച്ചു. അങ്ങനെ ഇസ്രായേൽ ജയിച്ചവനാകുന്നു. ആമേൻ. നമ്മൾ ഇസ്രായേലാണ്. നമ്മൾ ആരാണ് ദൈവമക്കളെ? നമ്മൾ ആരാണ്? നമ്മളൊക്കെ ഇസ്രായേൽ, ആത്മീക ഇസ്രായേലാണ്. ലോകത്തിലെ ഇസ്രായേൽ അവിടെ ഉണ്ട്. ആമേൻ ആമേൻ. അതിനെക്കുറിച്ച് അത് അവർ ഇസ്രായേൽ അല്ലെന്ന് ഈ വചനം പറയുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. അവരെക്കുറിച്ച് പറയുന്നത് യഹൂദൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ യഹൂദരല്ല. ആമേൻ. കാഴ്ചയാലുള്ളത് യഥാർത്ഥ യഹൂദനല്ല. വിശ്വാസത്താൽ ആരൊക്കെ ദൈവത്തെ ആരാധിക്കുന്നു അവനാണ് യഹൂദൻ, അവനാണ് ഇസ്രായേൽ. അവന്റെ കാര്യമാണ് സാധിക്കുന്നത്. അവന്റെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി നൽകുന്നത്. എന്ന് ലോകപ്രകാരമുള്ള ഇസ്രായേൽ എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ല. മൊത്ത യുദ്ധമാണ്. അവൻ്റെ ആമേൻ ആയുധത്തിൻ്റെ ബലം തീരുന്നതുവരെ ആമേൻ ഇവിടെ പോരാടിക്കൊണ്ട് നിൽക്കും. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ ജയം അവന് തന്നെയാണ്. പക്ഷേ അവൻ ആത്മാവിലേക്കൊന്ന് കയറി വരണം. തൻ്റെ ദൈവത്തോട് നേരിട്ട് അങ്ങോട്ട് ഈ ലോകത്തിൽ അശ്വബലവും ആയുധബലവും ആമേൻ ഈ മിസൈലുകളൊക്കെ ഉണ്ടല്ലോ, ബാലിസ്റ്റിക് മിസൈലുകൾ, ബങ്കർ ബസ്റ്റർ മിസൈലുകളും ആമേൻ ആണവ ബോംബുകൾ, ആണവ ആയുധങ്ങൾ, ലോകത്തിലുള്ള ക്രമീകരണങ്ങളെയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇസ്രായേൽ ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുമ്പോഴാണ്, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് കർത്താവേ എന്നെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു, ശത്രു ഞങ്ങളുടെ മേൽ എടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുമ്പോഴാണ് അവനെ വിട്ടുവീഴ്പ്പാൻ സ്വർഗത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അന്ന് ആമേൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളിൽ ലോകത്തിന് അയ്യോ കഷ്ടം, ലോകത്തിന് അയ്യോ കഷ്ടം. അതുവരെ അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാതിരിക്കും കാലം, പോരാടി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാതിരിക്കും കാലം, ചിലപ്പോൾ നമുക്കും കഷ്ടം വരും. കാരണം എന്താണ്? കർത്താവിനോട് അപേക്ഷിക്കുന്നില്ല. ആമേൻ. നിന്റെ പേര് മാറ്റിയ ഒരു കർത്താവോടുണ്ട്. നീ പഴയ കാലത്ത് യാക്കോവായിരുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിച്ച് ഇസ്രായേലാക്കിയപ്പോൾ ഇസ്രായേൽ മറന്നുപോയി തൻ്റെ സൃഷ്ടാവിനെ. നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ ദൈവത്തെ വിട്ട് മറന്നു പോകുന്നുവോ ഇതൊക്കെ ഓർത്തുകൊള്ളുവീൻ. ആമേൻ. കഷ്ടം കയറി വരുമ്പോൾ വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. നമ്മൾ പോരാടി പ്രാർത്ഥിക്കുന്നവരാണോ നമ്മെ വിടിവിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 35:9-10 വായിക്കുമ്പോൾ അവിടെ യാക്കോബിൻ്റെ ദൈവം പിന്നെയും സംസാരിക്കുകയാണ്. തൻ്റെ പ്രാർത്ഥനയ്ക്ക്, പോരാടിയുള്ള തൻ്റെ പ്രാർത്ഥനയ്ക്ക്, വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയ്ക്ക്, തൻ്റെ പ്രാർത്ഥന വേളയിൽ, യാക്കോബിന്റെ പ്രാർത്ഥന വേളയിൽ അവിടുന്ന് വായിച്ചാലും യാക്കോബ് പദ്ദൻ ആരാമിൽ നിന്ന് എന്താ ആരാമിൽ നിന്ന് 35:9 ഉൽപ്പത്തി 35:9 തന്നെ വായിച്ചേ. ആമേൻ. അവിടെ കാണുന്ന യാക്കോബ് തൻ്റെ പ്രാർത്ഥന സമയത്ത് പോരാടിക്കൊള്ളുള്ളൂ തൻ്റെ പ്രാർത്ഥന. വായിച്ചാലും എന്താ എടുത്തില്ലേ? വായിച്ചോളൂ. യാക്കോബ് പദ്ദൻ ആരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി. ആമേൻ. അവൻ ആരാമിൽ നിന്ന്, തൻ്റെ അമ്മാവി അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വന്നാറ് പിന്നെ യാക്കോബ് പ്രാർത്ഥിപ്പാനിടയെ തീർന്നു. ആമേൻ. പ്രാർത്ഥന കേൾക്കുവാൻ ഇറങ്ങി വന്ന, പ്രാർത്ഥനയുടെ ആവശ്യങ്ങളെ അറിയുവാൻ ഇറങ്ങി വന്ന കർത്താവ് പിന്നെയും അവനെ അനുഗ്രഹിച്ചു എന്ന് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവരെ അനുഗ്രഹിച്ചു. വായിച്ചാലും ദൈവം അവനോട് നിന്റെ പേർ യാക്കോബ് എന്നല്ലോ. അവിടെ കർത്താവ് പിന്നെ അവനോട് സംസാരിക്കുകയാണ്. ആമേൻ ആമേൻ ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്നവൻ. ആമേൻ. ആ സൃഷ്ടാവ് അവരോട് സംസാരിക്കുന്നത് നിന്റെ പേര് യാക്കോബ് എന്നല്ലോ. പേര് മാറ്റിയവൻ പറയുകയാണ് നിന്റെ പേര് യാക്കോബ് എന്നല്ലോ. ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ
എന്ന് കൽപ്പിച്ചു. ആമേൻ. നിന്റെ പേര് ഇന്നു വരെ ഇസ്രായേൽ എന്ന യാക്കോബ് എന്നായിരുന്നു. എന്ന് മുതൽ അവന്റെ പേര് മാറ്റി ഇടുവാനിടയായി തീർന്നു. ഇസ്രായേൽ എന്ന് എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഇസ്രായേൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ ആകണം കൽപ്പിച്ചു. അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു. മതി, പേരിട്ടു. ഇസ്രായേൽ എന്ന് പേരിട്ടത് ദൈവമാണ്, മനുഷ്യനല്ല. അതുകൊണ്ട് ലോകം നമ്മോട് എതിർക്കും കേട്ടോ. ഇത് നമ്മൾ ഇസ്രായേലാണോ നമ്മളോട് എതിർക്കുന്നത്? അസാധ്യം. മനുഷ്യർക്ക് അറിയത്തില്ല, ലോകക്കാർക്ക് അറിയത്തില്ല, വ്യാധിക്കും ആദിക്കും അറിയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തയ്യാറാവും ആണോ? ആമേൻ. വ്യാധിയും ആദിയും അറിയും നമ്മൾ ആരെന്ന്. ആമേൻ. അല്ലെങ്കിൽ ശത്രു അറിയും, ലോകമറിയും അവരോട്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ആഭിചാരം ഫലിക്കത്തില്ല, ദക്ഷിണവിദ്യ ഫലിക്കത്തില്ല, ആയുധങ്ങൾ അശ്വബലങ്ങളൊക്കെ താളടി. യോബിന്റെ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ഓ ഹല്ലേലൂയ, താളടിയാകും. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മുമ്പിൽ നിൽക്കുവാൻ തക്ക ശൂരനില്ല എന്ന് ദൈവവചനം പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ പേര് മാറ്റി എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. പിന്നെ ഈ ഉൽപ്പത്തി പുസ്തകം നമ്മൾ ഒന്നിട്ട് വചന വേഗത്തിൽ വായിച്ച് വിരാൻ കൊടുക്കാനാഗ്രഹം. അതിൻ്റെ പൊരുൾ ദൈവം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന, എന്നോട് അറിയിച്ച പൊരുളുകൾ നിങ്ങളോട് പറയാതിരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. അത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ പോരാട്ടത്തിൽ തളർന്നിടാതെ നമ്മൾ ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ എന്തിനാ, നമ്മുടെ ദൈവമാണ് നമ്മളെ ഓരോരുത്തരും നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ തകർക്കുവാൻ ഒന്നിനും കഴിയത്തില്ല. എത്ര തന്നെ ശൃംഖക്കൂട്ടികൾ കയറി വരട്ടെ, നടക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇസ്രായേലാണോ? ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ വെല്ലുവിളിക്കുന്നത്, എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചോ അല്ലെങ്കിൽ സാമയം മറ്റുള്ളൊരു സമൂഹത്തിൻ്റെ ഇടയിൽ വെച്ച് വെല്ലുവിളിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, എനിക്ക് നേരെ ഹല്ലേലൂയ ഒരു ആമേൻ 10,000 മന്ത്രവാദികൾ തന്നെ ചേർന്ന് നിന്ന് മന്ത്രം ചൊല്ലിയാലും അസാധ്യം. അവനെ ഒന്നും ഞങ്ങളെ ചെയ്യുവാൻ സാധ്യമല്ല. മന്ത്രവാദികൾ 50,000 1,00,000 നിന്ന് മന്ത്രം ചെല്ലട്ടെ നമ്മളെ തള്ളിയിടാൻ വേണ്ടി. ദൈവമക്കളുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഒരു മന്ത്രവാദിയുടെയും വാക്ക് ദൈവം കേൾക്കുന്നില്ല. ദൈവം കേട്ടാലേ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാട് ശത്രു നോക്കിക്കൊണ്ട് സാത്താൻ നോക്കിക്കൊണ്ട് നടന്നു. ദൈവം അനുവദിച്ചപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാട് കയറി വന്നത്. അതുവരെ ദൈവം കാവൽ ചെയ്ത്, വേലി കെട്ടി കാവൽ ചെയ്ത് വച്ചിരിക്കുകയാണ്. അതേപോലെ നമ്മളെയൊക്കെ കാവൽ ചെയ്തിട്ടുണ്ട്. ആഭിചാരം യാക്കോബിന് ഫലിക്കയിലെ ദക്ഷിണവിദ്യ ആമേൻ ഇസ്രായേലിന് ഏൽക്കത്തില്ല. അവൻ പോരാടി പ്രാർത്ഥിക്കുന്നവരാ. ഹല്ലേലൂയ. അവൻ്റെ കർത്താവ് അവനോട് കൂടെ ഉണ്ട്. ഓ, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അവൻ നിന്റെ പരിപാലകൻ, നിന്റെ പരിപാലകൻ. അവൻ നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുന്നില്ല. സൂര്യനും ചന്ദ്രനും ബാധിക്കൂല. ഒരു ദോഷവും തട്ടാതെ നിന്നെ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഇന്ന് ലോകപ്രകാരം നോക്കിയാൽ സൂര്യാഘാതത്താൽ പൊള്ളലേറ്റ ചില പൊള്ളിക്കുന്ന അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കാണുവാനിടയിൽ തീർന്നു. പൊള്ളിയിരിക്കുന്ന ശരീരം, വെയിലിൻ്റെ ചൂടേറ്റ് ദൈവം കർത്താവ് നമ്മളെയൊക്കെ കാത്തു വച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ശക്തമായിരിക്കുക, നമ്മൾ ദൈവത്തോട് പോരാടി പ്രാർത്ഥിച്ച് നടക്കുക. ശത്രുവിന്, ലോകത്തിൻ്റെ എതിരികൾക്ക്, വൈരികൾക്ക്, വ്യാധികൾക്ക് നമ്മൾ തൊടാൻ സാധ്യമല്ല. നേരെ കുറച്ച് നമ്മൾ ദൈവത്തിൽ നകന്ന് നടക്കുകയാണെങ്കിൽ എല്ലാ ബാധകളും നമ്മളെ ബാധിക്കും കേട്ടോ. അടുത്തൊരു നമ്മളൊരു സിസ്റ്റർ പറയേണ്ടായി തീർന്നു, പാസ്റ്റേ ഹല്ലേലൂയ, ആരോ ശുദ്രപ്രയോഗങ്ങൾ ചെയ്തിരിക്കുകയാണ്. എത്ര നമ്മൾ ഇവിടെ കൂടി വചനങ്ങൾ കേട്ടാൽ യാതൊരു വിശ്വാസവും ഇല്ല. കാഴ്ചയാൽ വരുന്നു, വിശ്വാസത്താലും ഇല്ല. വിശ്വാസത്തിൽ ഉള്ളവരെ കുറിച്ച് ഞാൻ പറഞ്ഞു, അയ്യോ സിസ്റ്ററെ ഭയപ്പെടേണ്ട, ആരൊക്കെയാണ് നിങ്ങളിതിങ്ങനെ പറഞ്ഞ് തെറ്റിക്കുന്നത്? അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ആഭിചാരം ഫലിക്കുമെന്നോ? അപ്പോൾ ദൈവമക്കളല്ല, ലോകപ്രകാരം നടക്കുകയാണ്, വിശ്വാസത്തിൽ വന്നിട്ടില്ല. വിശ്വാസികളെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസിക്ക് ഒരു ആയുധവും ഫലിക്കത്തില്ല. ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം ഏതാ വായിച്ചത്? ഉൽപ്പത്തി തുടർന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 33:3-4 വചനം ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 33:3-4. അവിടെ യേശാവിനെ നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബിൻ്റെ സഹോദരൻ യേശാവ്.
യാക്കോബിന്റെ സഹോദരൻ അവൻ അവർക്ക് മുമ്പായി കടന്ന് അവിടെ ഹല്ലേലൂയ. നമുക്ക് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് വായിക്കാൻ വേണ്ടി വന്നാൽ വായിക്കാം. അവിടെ പറയുന്നത് ഏശാവിൻ്റെ അനുഗ്രഹം. ഏശാവ് യാക്കോബിൻ്റെ സഹോദരനാണ് ഏശാവ്. അവിടെ കാണുവാൻ കഴിയുന്നത് അപ്പൻ ഏശാവിനെ മൂത്ത ജ്യേഷ്ഠനാണ് യാക്കോബിനെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞു. അപ്പൻ പറഞ്ഞു അപ്പന് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പൻ പറഞ്ഞു, മൂത്ത മകനെ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അത് കേട്ടത് അമ്മ കേട്ടു, ഇളയ മകന് അത് കൈമാറി. അങ്ങനെ ഇളയ മകൻ അനുഗ്രഹിക്കപ്പെട്ടു, യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഏശാവ് കയറി വന്നു. തൻ്റെ അനുഗ്രഹം, തൻ്റെ ജ്യേഷ്ഠാവകാശം, അപ്പൻ എന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ അനുഗ്രഹം ഇളയവൻ യാക്കോബ് കൈവശപ്പെടുത്തിക്കൊണ്ടുപോയി. ആയത് നിമിത്തം യാക്കോബിനെ കൊല്ലുമെന്ന് ജ്യേഷ്ഠൻ പറയുവാനിടയിൽ തീർന്നു. അവനെ ഞാൻ കൊല്ലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. മാത്രവുമല്ല, പല പ്രാവശ്യമായി ആമേൻ ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിപ്പറിച്ചെടുത്ത് കൈവശപ്പെടുത്തി അപകരിച്ചെടുത്തവനാകുന്നു യാക്കോബ്. അവൻ ഒരിക്കൽ ഹല്ലേലൂയ ആമേൻ ചീര പായസം കൊടുത്ത്, തൻ്റെ മധുരച്ചീര പായസം കൊടുത്ത് യാക്കോബിൻ്റെ ജ്യേഷ്ഠാവകാശത്തെ കൈവശപ്പെടുത്തുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. പിന്നെ ഒരിക്കൽ തൻ്റെ ഉൽപ്പത്തിയിൽ ജനിക്കുമ്പോൾ തന്നെ, യാക്കോബ് ജനിക്കുമ്പോൾ തന്നെ ആദ്യം ജനിച്ചവൻ ഏശാവായിരുന്നു. പക്ഷേ അവൻ്റെ കുതികാൽ പിടിച്ചിട്ട് ആദ്യം യാക്കോബ് ജനിപ്പാനിടയിൽ തീർന്നു. കുതികാൽ പിടിച്ചവനാകുന്നു. അങ്ങനെ മനുഷ്യരോട് പോരാടി ഹല്ലേലൂയ, മനുഷ്യനോട് പോരാടി ജയിച്ചവനാകുന്നു യാക്കോബ്. ദൈവത്തോട് പോരാടി ജയിച്ചവനാകുന്നത് യാക്കോബ്. അവൻ മനുഷ്യനോടും അവൻ തോറ്റിട്ടില്ല, ദൈവത്തോടും തോറ്റിട്ടില്ല. അങ്ങനെ ഇസ്രായേൽ ഇപ്പോൾ മനുഷ്യരോടും ദൈവത്തോടും പോരാടി നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പിന്നെ മനുഷ്യരോട് യാക്കോബ് പോരാടി എന്നതിന് ഒരു തെളിവ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് 3-4 വായിക്കും. 33 വായിക്കുമ്പോൾ ഏശാവ് തൻ്റെ അനുഗ്രഹങ്ങളെ യാക്കോബ് തട്ടി എടുത്തു. യാക്കോബിൻ്റെ കൈകൾ ആയതുകൊണ്ട് ഏശാവ് തൻ്റെ അനുജനെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതേ സ്ഥാനത്ത് ആ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് യാക്കോബിനെ ഏശാവ് സ്നേഹിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ വരെയാണ്. അതിനെക്കുറിച്ചാണ് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ലോകക്കാർ നമ്മെ പകച്ചിട്ട്, നമ്മളെ ഉയർച്ചകൾ, നമ്മുടെ അനുഗ്രഹങ്ങൾ, നന്മകൾ കണ്ടിട്ട് പകച്ചിട്ട് പലരും ഒഴിഞ്ഞു മാറി തിരിഞ്ഞൊക്കെ നമ്മളെ കാതുകൂതൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അവരെ നമ്മോട് ഇണക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് വിരോധമായി മന്ത്രിച്ചു കൊണ്ട് നടക്കുന്ന, നമ്മളെ പലപ്പോഴായി എവിടെ ഇട്ട് കിട്ടിയാൽ അവനെ കൊല്ലണം, ഒതുക്കണം, അവനെ അവമാനിക്കണം, ഒറ്റപ്പെടുത്തണം, ദുഷിക്കണം, നിന്ദിക്കണം എന്ന് അവൻ വട്ടം കൂടി നടക്കുന്ന ആ കൂട്ടുകെട്ടുകളെയൊക്കെ തിരിച്ച് ഹല്ലേലൂയ ആമേൻ നമ്മോട് ഇണക്കുന്ന ഒരു കർത്താവ് അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ യാക്കോബ് വായിച്ചാലും, അവിടെ സിസ്റ്റർ വായിച്ചാലും ഉൽപ്പത്തി 33 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചു. ആമേൻ. ഇവിടെ പിന്നെ സ്തോത്രം. ഒരു സമയത്ത് ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പന്ന യാക്കോബ് അവൻ മടങ്ങി വരുമ്പോൾ ഏശാവിനെ കാണുന്നൊരു സന്ദർഭമാണ്. ഏശാവ് വന്ന് തങ്ങളെയെല്ലാം കൊല്ലുമെന്നാണ് വിചാരിച്ചിരുന്നത്. അവൻ്റെ ശബ്ദം അങ്ങനെയായിരുന്നു, ഏശാവ് കൊല്ലുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏശാവ് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് യാക്കോബിൻ്റെ തോളത്തൂടെ അങ്ങ് വീഴുന്ന് അവനോട് പരസ്പരം അവർ കരഞ്ഞു വന്നാകുന്നു. അവരുടെ പകയും പിണക്കമൊക്കെ അങ്ങ് പോയി. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യാക്കോബേ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണോ? നിന്നോട് ഇടക്കുന്ന, നിന്റെ ശത്രുക്കളെ നിന്നോട് ഇടക്കുന്ന കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പറയുന്ന മനസ്സിലാകുന്നുണ്ടെന്ന് ഹല്ലേലൂയ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പോരാടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നമ്മുടെ എതിരികളെ, വൈരികളെ എല്ലാം മാറ്റി അവരെ പാലും തേനും പോലെ ആക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ,
ഓ ഹല്ലേലൂയ. ആ സന്ദർഭം അങ്ങനെയായിരുന്നു. വേഗത്തിൽ ഓരോ 2 വചനം കൂടി വായിച്ച് വേഗത്തിൽ വില കൊടുക്കാനാണ്. സംഖ്യാപുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യാക്കോബ് അങ്ങനെ പോരാടി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തെക്കുറിച്ച് 1-2 കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് എന്തായാലും രാത്രി കാലത്ത് എന്നെ ഉപദേശിച്ചു പറഞ്ഞതാകും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ദൈവത്തിൻ്റെ വചനമൊക്കെ ജീവിപ്പിക്കുന്നു. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെ വായിക്കുമ്പോൾ അവിടെ ഒന്നാമത് യാക്കോബിനെ കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ച് ബയോരിന്റെ മകനാകുന്ന ബിലെയാം ബാലാക്ക് രാജാവിനോട് പറയുന്നത്, അല്ലേ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും ചെവി ഉണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഉണ്ട്, ചെവിയുണ്ട്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. ഇവിടെ ആമേൻ ഹല്ലേലൂയ. യാക്കോബിനെ കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ച് ബയോരിന്റെ മകനാകുന്ന ബിലെയാം ബാലാക്ക് രാജാവിനോട് പറയുന്നത് വായിച്ചാലും സിസ്റ്ററേ. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. ആമേൻ. ഇസ്രായേലിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച് ഹല്ലേലൂയ ബിലെയാം പ്രവാചകൻ പറയുന്നത്, ബിലെയാം ദർശകൻ. ആമേൻ. അവിടുത്തെ ഇസ്രായേലിന്റെ രാജാവിനോട് പറയുന്നത്, ഇതാ ഇസ്രായേൽ ആമേൻ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ. ആമേൻ. നമ്മൾ പെന്തക്കോസ്ത് ആത്മാക്കളെ കുറിച്ച് പറയുകയാണ് കേട്ടോ. നമ്മളെ കൂട്ടുകെട്ട്, നമ്മുടെ ആ കൂട്ടായ്മയെ നോക്കി പറയുകയാണ്. ദൈവത്തോട് നടക്കുന്ന ആമേൻ, ദൈവത്തോട് പ്രാർത്ഥിച്ച് ലോകത്തോടുള്ള നമ്മുടെ പ്രാർത്ഥന. ഇന്ന് ലോകക്കാർ മൊത്തം ലോകത്തോടാണ് അപേക്ഷ കഴിക്കുന്നത്. അന്യദേവന്മാരോട്, അന്യ മനുഷ്യരോട്, ഹല്ലേലൂയ, അന്യ വിഗ്രഹങ്ങളോടൊക്കെയാണ് അപേക്ഷ കഴിക്കുക. ആമേൻ. ഇസ്രായേൽ എങ്ങനെയല്ല, തൻ്റെ ദൈവത്തോടാണ് പോരാടിക്കൊണ്ട് നടക്കണം എപ്പോഴും. ആമേൻ. കർത്താവെ, അങ്ങ് ഒരുക്കി വെച്ചതൊക്കെ നൽകണമേ. ഞാൻ നിൻ്റെ മക്കളാണ്, നിൻ്റെ സൃഷ്ടിയാകുന്നു, നിൻ്റേതാകുന്നു, ഞങ്ങൾ നിൻ്റേതാകുന്നു എന്ന് സമർപ്പണം ചെയ്ത് നടക്കുകയാണ്. ഹല്ലേലൂയ. അവരാകുന്നു പറയുന്നത്. ആമേൻ. അവരെക്കുറിച്ചാകുന്നു ബിലെയാം ആമേൻ ബാലാക്കിനോട് പറയുന്നത്. വായിച്ചാലും അവർ തനിച്ച്, എടുത്ത് മാറ്റിക്കളയരുത്, അവർ തനിച്ചു പാർക്കുന്ന, ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ ഇടയിൽ അവരെ എണ്ണപ്പെടുന്നില്ല. യാക്കോബിന്റെ ധൂളിയെ, ആമേൻ. നമ്മളൊക്കെ യാക്കോബിന്റെ ധൂളിയാണ് കേട്ടോ. അവൻ ധൂളി, ആമേൻ. കടൽക്കരയിലെ മണൽത്തരി പോലുള്ള ധൂളി. നമ്മളൊക്കെ ആമേൻ ജാതികളുടെ ഇടയിൽ നിന്ന് ആമേൻ കർത്താവിനെ തിരഞ്ഞ്, ആമേൻ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് കർത്താവിന്റെ നാമത്തിൽ രക്ഷ പ്രാപിച്ചവരാണ്. കർത്താവ് നമ്മളെ അവന്റെ കാന്തയായി, കന്യകായും, മകളായി, മകനായി ചേർത്തിരിക്കുന്നവനാണ്. നമ്മൾക്ക് ചേർന്ന് നിൽക്കുന്നവരാണ്. അവനോടാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരൊക്കെയും ദൈവത്തിന്റെ ധൂളി, ദൈവത്തിന്റെ പൊടിയാകുന്നു. നമ്മളൊക്കെ പൊടിയാണോ? അല്ലയോ. ഒരിക്കൽ നമ്മൾ പൊടിയായിരുന്നു, പിന്നെയും നമ്മൾ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. ഹല്ലേലൂയ. ആമേൻ. യാക്കോബിന്റെ ആമേൻ ധൂളിയെ ആർക്ക് എണ്ണാം? ഹല്ലേലൂയ. ആമേൻ. അമ്മ പൊടിയിൽ നിന്നാണ് എടുത്ത ധൂളി. ആർക്ക് എണ്ണാം? നമ്മൾ ലോകക്കാർ നമ്മളെ ഇപ്രകാരം ഒന്നും കാണുന്നില്ല കേട്ടോ. അവർ വിചാരിക്കുന്നത് അങ്ങ് അവിടെ കിടക്കണ ഇസ്രായേലിലെയാണ്, കാഴ്ചയുള്ള ഇസ്രായേലിലെയാണ്. ആമേൻ. പൊടി. അവരൊക്കെ എവിടെ ചെതറിപ്പോയാലും അവരെയൊക്കെ ജഡപ്രകാരം അവിടെ ചേർക്കുമെന്നാണ്. എന്നാൽ ആത്മപ്രകാരം ജീവിക്കുന്ന ഇസ്രായേലാകുന്നു പൊടി. ആ ധൂളിയെ ആർക്ക് എണ്ണാം? ആർക്ക് നിവർച്ച്? ആമേൻ. ഹല്ലേലൂയ. ആർക്ക് അവരെ കുറിച്ച് ആമേൻ ചിന്തിക്കാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ. യാക്കോബിന്റെ ധൂളി എണ്ണ ആർക്കെണ്ണ? വായിച്ചോളൂ. 1-8 വചനം വേഗത്തിൽ വായിച്ചു വരാനുണ്ട്. ആർക്കെണ്ണം? പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ആർക്കെണ്ണാൻ കഴിയും? ആർക്കെങ്കിലും അറിയാം? ദൈവമായിട്ടുള്ള ബന്ധം, നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം ആർക്കെങ്കിലും അറിയാമോ? ആരുടെയെങ്കിലും ലിസ്റ്റിലുണ്ടോ? ഇല്ല. ആരുടെ ലിസ്റ്റിലില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമൊക്കെ, ദൈവമായിട്ടുള്ള ബന്ധമുള്ള നമ്മൾ ആമേൻ ആരുടെ ലിസ്റ്റിലില്ല. ലോകക്കാരുടെ ലിസ്റ്റിലില്ല നമ്മൾ. ആമേൻ. അവരുടെ ലിസ്റ്റിൽ ലോകപ്രകാരമുള്ളവരാണ് അവരുടെ ലിസ്റ്റിലുള്ളത്. കാഴ്ചയിലുള്ളവർ, വിശ്വാസത്താലുള്ളവരെ അവരുടെ ലിസ്റ്റിലില്ല. ആമേൻ. അതാണ് ധൂളിയെ ആർക്കെണ്ണ? അവർക്കൊന്നും നമ്മളെ എണ്ണാൻ പറ്റത്തില്ല, നമ്മളെ ഒതുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആമേൻ ആമേൻ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് വായിച്ചാലും യാക്കോബിന്റെ ധൂളി ആർക്കെണ്ണാം? ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? അത് ഗണിക്കാം.
ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ എന്ന് പോലെ ഞാൻ പറയുകയാണ്. അവന്റേതുപോലെ ആമേൻ ആമേൻ. ആ ഇസ്രായേലിനെ പോലെ പ്രവാചകൻ പറയാണ്, എൻ്റെ അവസാനം അവരെ പോലാകട്ടെ. അവരെ ശപിക്കാനോ അവരെ നിന്ദിക്കാനോ അവരെ അപമാനിക്കാനോ ഇസ്രായേലിനെ സാധ്യമല്ല. അവർ ആമേൻ. പിന്നെയും പറയുന്നത് 2 വചനം കൂടി വേഗത്തിൽ വായിക്കാൻ. സംഖ്യാപുസ്തകം 23:18, 19, 20, 21 വചനങ്ങൾ വായിച്ചാലും. രണ്ടാമത് ബിലെയാം ആമേൻ ബാലാക്കിനോട് പറയുന്നത്, ഹല്ലേലൂയ, പോരാടി പ്രാർത്ഥിക്കുന്നവനെ കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച്. ആമേൻ. കാട്ടുപോത്തിന്റെ ശക്തി. സംഖ്യാപുസ്തകം 24:9 മുതൽ ചില വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ബിലെയാം 23:18 മുതൽ വായിച്ചാട്ടെ. രണ്ടാമത് ബിലെയാം ബാലാക്കിനോട് പറയുന്നത്, ബാലാക്ക് രാജാവിനോട് അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങി. പിന്നെയും ബിലെയാം പ്രവാചകൻ ആമേൻ ബാലാക്ക് രാജാവിനോട് സുഭാഷിതം ചൊല്ലി പറഞ്ഞതെന്തെന്ന്, ബാലാക്കെ എഴുന്നേറ്റ് കേൾക്ക, സിപ്പോരിന്റെ പുത്ര ബാലാക്കെ നീ ഇത് കേൾക്ക, എനിക്ക് ചെവി തരിക. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, ദൈവം മനുഷ്യനല്ല, അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചതുപോലെ ചെയ്യാതിരിക്കുമോ, താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. ആമേൻ. യാക്കോബിനെ, ഇസ്രായേലിനെ അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അവനെ ശപിക്കുവാൻ എനിക്ക് സാധ്യമല്ല. ലോകത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി എനിക്ക് ഇസ്രായേലിനെ ശപിക്കുവാനോ നിന്ദിക്കുവാനോ അവനെ പരിഹസിക്കുവാനോ ഒറ്റപ്പെടുത്തുവാനോ എനിക്ക് കഴിവതല്ല. ആമേൻ. അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടാ. യാക്കോബിന് തിന്മ ദൈവത്തെ ആരാധിക്കുന്ന ആമേൻ, ദൈവത്തോട് പോരാടി പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തില് ആമേൻ തിന്മ അവനിലില്ല. യാക്കോബിൽ തിന്മ കാണാനില്ല, കഷ്ടത ദർശിച്ചതുമില്ല. അവരോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ കൂടാരങ്ങളിലുണ്ട്. കൊണ്ടുവന്നു. കാട്ടുപോത്തിന്റെ ശക്തി മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. കാട്ടുപോത്തിന്റെ ശക്തിയായി ഇസ്രായേലിന്. യാക്കോബിനിപ്പം ദൈവത്തോട് പോരാടി പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിലെ കാട്ടുപോത്തിന്റെ ശക്തിയാ സിംഹതുല്യമായ ബലാമിന്റെ മേലുണ്ട്. ഒരു വചനം കൂടി വായിച്ച്, സിംഹിണിയെ പോലെ അവൻ പതുങ്ങി കിടക്കുകയാണ്. നമ്മളെയൊക്കെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ ദൈവക്കളെ? ആമേൻ. യോഗ്യത ഇല്ലെന്ന് പറഞ്ഞാണ് തള്ളിക്കളയുന്നത്. ആമേൻ. അവൻ എന്ത് യോഗ്യത? എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ അയോഗ്യരെന്ന് ലോകം വിധിക്കുമ്പോൾ, ലോകം നമ്മെക്കുറിച്ച് പകച്ച് വിധിച്ച് ആമേൻ ഹല്ലേലൂയ വിധി പറയുമ്പോൾ, ആമേൻ യോഗ്യതയില്ലാത്ത നമ്മളെ തള്ളിക്കളഞ്ഞ നമ്മളെ മൂലക്കല്ലാക്കി തീർക്കുന്ന ഒരു കർത്താവ്, മരിച്ചവരുടെ നടുവിൽ നിന്ന് ഉയർത്തി ജീവിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും ദൈവങ്ങളെ? ഒരു വചനം കൂടി വായിച്ച് വേഗത്തിൽ വരാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 24:2 മുതൽ ചില വചനങ്ങൾ വായിച്ചാട്ടെ. അവിടെ മൂന്നാമത് ബിലെയാം ആമേൻ പറയുന്നത്, ബിലെയാം പ്രവാചകൻ ഹല്ലേലൂയ ബാലാക്ക് രാജാവിനോട് പറയുന്നത് 24 ബിലെയാം തല ഉയർത്തി ഇസ്രായേൽ ഗോത്രമായി പാർക്കും. ദൈവമക്കൾ പ്രാർത്ഥിച്ചു വരുന്ന ദൈവത്തോട് ആമേൻ സംഖ്യതയുള്ള ദൈവത്തോടു കൂടെ നടക്കുന്നവർ ഗോത്രമായി കിടക്കുന്നത് ബിലെയാം തല ഉയർത്തി നോക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വായിച്ചാലും തല ഉയർത്തി ഇസ്രായേൽ ഗോത്രമായി പാർക്കുന്നത് കണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ ആമേൻ ഇസ്രായേലിലൊന്ന് നോക്കിയത് അവൾ തല ഉയർത്തി നോക്കാൻ തയ്യാറായപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ തല ഉയർത്തി നോക്കണം കേട്ടോ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് അപ്പോൾ തന്നെ നമ്മുടെ മേൽ വരും. ആമേൻ. ഹല്ലേലൂയ. അവൻ സുഭാഷിതം പിന്നെയും ബാലാക്കിനോട് പറഞ്ഞത് ആ വചനത്താൽ നമുക്ക് വിരാമത്തിലേക്ക് എത്തുകയാണ് നമ്മൾ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ സുഭാഷിതം ചൊല്ലിയത് പറഞ്ഞാലും വായിച്ച ബിലെയോരിന്റെ മകനായ ബിലെയാം പറയുന്നു, കണ്ണടച്ച് പ്രവചിക്കുന്നവൻ പറയുന്നു,
ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ സർവശക്തന്റെ ദർശനം ദർശിക്കുന്ന പ്രവാചകൻ. വീഴുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവൻ പറയുന്നത്, കണ്ണ് തുറന്നിരിക്കും വീഴുമ്പോൾ കണ്ണ് തുറന്ന് നല്ലവണ്ണം കാണും കേട്ടോ, ഞങ്ങൾ എന്തിനാണ് വീണതെന്ന്. അതാണ് ഇസ്രായേൽ. എന്തിനാണ്, എവിടെ വെച്ച് വീണു, എന്ത് കാരണത്താൽ വീണു എന്ന് പിന്നെയും ആമേൻ തിരിഞ്ഞു നോക്കുന്നവനാണ് ഇസ്രായേൽ. ഹല്ലേലൂയ. വീഴുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവൻ. ആമേൻ. ഹല്ലേലൂയ. അവൻ നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണടഞ്ഞിരിക്കുക, അവൻ്റെ കണ്ണ് സ്വർഗത്തിലിരിക്കുകയാണ്. ഭക്തൻ പറഞ്ഞാണ്, ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം. ആ കണ്ണ് അവിടെ ഇരിക്കുകയാണ്. അവൻ വീണപ്പോൾ എവിടെയാണ്, എന്തിനാണ് വീണതെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ പ്രവാചകൻ പറയുന്നു, വായിച്ചാലും സിസ്റ്റർ, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. പെന്തക്കോസ്തുകാരുടെ കൂടാരങ്ങൾ, ആത്മാവില് സത്യത്തിലും ആരാധിക്കുന്ന മക്കളുടെ കൂടാരങ്ങൾ എത്ര മനോഹരം. ജാതികളുടെ കൂട്ടത്തിൽ നിന്നെ കൂട്ടുന്നില്ല, നീ തനിച്ചു പാർക്കുന്ന ജനവാ. ആമേൻ. തനിച്ചു പാർക്കുന്നവനാ, നിനക്ക് ആരുമില്ലെന്നാ ലോകക്കാർ പറയുന്നത്. ഹല്ലേലൂയ. നമ്മളെന്നാ ശരിയായിട്ടൊന്ന് ആമേൻ ദൈവത്തോട് പോരാടി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായ ഉണ്ടല്ലോ, ശത്രുവൊക്കെ ചെതറിവാടും, ചെങ്കടൽ മാറിപ്പോകും, യോർദാൻ പിരിഞ്ഞു മാറി നിൽക്കും. എരിഹോ വീഴും. ആമേൻ. കർത്താവ് എന്താ പറഞ്ഞത്? യേശു പറഞ്ഞ, നീ ഒരു മലയോട് മാറിപ്പോൻ പറഞ്ഞാൽ അത് മാറി സമുദ്രത്തിൽ വീഴും. നീ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിച്ചാൽ ശപിക്കപ്പെട്ടവൻ. പകൽക്കാലത്തെ ഓർത്ത് എല്ലാ അധികാരം നമ്മുടെ മേലുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ വച്ചിരിക്കുകയാണ് സകല അധികാരവും. കർത്താവ് എന്താ പറഞ്ഞത്? യേശു എന്താ പറഞ്ഞത്? സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനേക ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയ സഭയോട് ചേർത്ത് ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ. കർത്താവ് നമ്മെ ആമേൻ ഇന്ന് പകൽക്കാലത്തിൽ പിന്നെ കൊണ്ടുവരുണ്ടേ തീർന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പോരാടി പ്രാർത്ഥിക്കുന്നവരാണ് ദൈവമക്കളെ, നമ്മൾ പോരാടി പ്രാർത്ഥിക്കുന്ന ദൈവത്തോട്. ആമേൻ. യാക്കോബ് ഇസ്രായേല് ആമേൻ മനുഷ്യനോടും ദൈവത്തോടും പോരാടി ജയിച്ചവരാണ്. നമുക്ക് പോരാടി ജയിക്കാം. ലോകത്തോട് പോരാടി നമുക്ക് യുദ്ധമുള്ളത് ആമേൻ ജഡത്തോടല്ല, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ആമേൻ. ഹല്ലേലൂയ. ശത്രുവിൻ്റെ സകല ആമേൻ ശത്രുസേനയോടും അത്രേ. ഇന്ന് ലോകക്കാർ പോരാടുന്ന ആരോടാണ്? ജാതിയോട്, മനുഷ്യനോട്, വംശത്തോട്, ഭാഷയോട്. ഇസ്രായേൽ ആമേൻ ഇസ്മായേല്യർ ഇസ്രായേലിനോട് ഹല്ലേലൂയ തോറ്റ് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ് ദൈവമക്കളോട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. വിരാമത്തിലേക്ക് ചെല്ലുകയാണ്. കർത്താവിൻ്റെ മക്കളെ അനുഗ്രഹിച്ചാലും അങ്ങ് ഞങ്ങളോടൊന്ന് പകൽക്കാലത്തിൽ സംസാരിച്ചു അല്ല, എല്ലാവരെയും അനുഗ്രഹിച്ചാലും ശബ്ദം കേട്ട മുഴുവൻ പേരെയും, മാത്രവുമല്ല നാളെ സോഷ്യൽ മീഡിയയിലൂടെ ചിലപ്പോൾ ആമേൻ ഞങ്ങളുടെ മറ്റു സഹോദരന്മാർ, സ്നേഹിതന്മാർ ഈ സന്ദേശം ശ്രദ്ധിച്ചേക്കും. അവരെ അനുഗ്രഹിച്ചാലും അവരെ വിട്ടുവെച്ചാലും ഉയർത്തിയാലും എല്ലാവരുടെ കാര്യങ്ങൾ സാധ്യമാക്കി നൽകിയാലും ഒപ്പ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. മുഴുവൻ പേരെ ഏൽപ്പിച്ചു ബഹുമാനവും മഹത്വം വീഴ്ചയെല്ലാം മുങ്ങി തരുന്നു കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. സന്തോഷമുള്ളവരൊന്നുകൂടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. തുടർന്നൊരു പാട്ടിന്റെ വരികൾ ആമേൻ പാടുമ്പോൾ കർത്താവിന് കൊടുക്കുവാനുള്ള സമയമാണ്. ക്ഷീണിപ്പിക്കയില്ല ശാപങ്ങൾ, നിന്നെ തളർത്തുകയില്ല രോഗങ്ങൾ, നിന്നെ ക്ഷീണിപ്പിക്കയില്ല ശാപങ്ങൾ, നിന്നെ തളർത്തുകയില്ല. ആ വിചാരം യാക്കോബിനു പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആ വിചാരം യാക്കോബിനു പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആമേനിന്നു കണ്ട മിസ്രയരെ കാണുകയില്ല.
ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ആമേൻ. ഇന്നു കണ്ട മിസ്രൈമ്യരെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഓ ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആമേൻ. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആമേൻ. ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിൻ ഏൽക്കയില്ല. ആമേൻ. ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല. ആമേൻ. ദൈവത്തിന്റെ മക്കൾ, നീ ദൈവത്തിന്റെ മക്കളാണോ? നീ ഇസ്രായേലാണോ? നീ യഹൂദനാണോ? കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമ്യരെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഓ ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ നിന്റെ കാലു ഇടറുകില്ല. നിന്റെ കാലു ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. മലകളെ എതിച്ച് നുറുക്കും അവൻ. ആമേൻ. കുന്നുകളെ തവിട് പൊടിയാക്കിടും. ഓ മലകളെ എതിച്ച് നുറുക്കും അവൻ. കുന്നുകളെ തവിട് പൊടിയാക്കിടും. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടെയുള്ളപ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുക. ഇസ്രായേലാണോ? മകൻ നിന്റെ കൂടെയുള്ളപ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. ആമേൻ. ഇന്നു കണ്ട മിസ്രൈമ്യരെ കാണുകയില്ല. വരികയില്ല. ആമേൻ. ഇന്നു കണ്ട മിസ്രൈമ്യരെ. വിശ്വാസത്തോടുകൂടെ ഇന്നു വന്ന ഇതുവരെ നീ അനുഭവിച്ച കഷ്ടം നാളെ നീ കാണത്തില്ല. നീ പുതിയ പകൽക്കാലം, പുതിയ പ്രഭാതങ്ങളെ കാണാൻ ഇടറുകില്ല. നിന്റെ കാലു ഇടറുകില്ല. നിന്റെ കാലുകൾ രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആഭിചാരം നിന്നെ തകർക്കുകയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ആമേൻ. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറു. ഹല്ലേലൂയ. പകൽക്കാലത്തെ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. അതേപ്പാ പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. നിന്റെ കാലുകൾ ഇടറത്തില്ല. ശത്രുവിനൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുന്നവരാണോ? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണോ? ശത്രുവിനോട് എതിർക്കുന്നവരാണോ? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ. ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല.
Yes. അവന്റെ ആയുധങ്ങളൊക്കെ താളടി, വൈക്കോൽ പോലെ, ദ്രവിച്ച മരം പോലെ ആമേൻ തുരുമ്പെടുത്തിരിക്കുന്നു. ആമേൻ നമ്മുടെ ആയുധങ്ങൾ മൂർച്ചയേറിയതത്രേ. ആമേൻ ശത്രുക്കൾക്ക് മുൻപാകെ അത് നിവർന്നു നിൽക്കും. യേശുവേ തൻ്റെ മക്കളെ എങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചു തരുന്നു. എല്ലാവരെയും പ്രത്യേകാല് ദൈവത്തോട് പറ്റി നടക്കുന്നവരെ അങ്ങ് ബലപ്പെടുത്തണമേ അപ്പാ. ആമേൻ. അങ്ങനെ സാധിക്കാതിരിക്കുന്നവർ പിന്നെയും ബലപ്പെടുത്തണമേ, അങ്ങ് ചേർത്ത് കൊള്ളണമേ. പാപത്തിലും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എല്ലാവരെയും വിടിവിച്ച് കർത്താവിൻ്റെ മക്കളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ കർത്താവെ പിരിയുന്നു എങ്കിലും പ്രിയ ബന്ധുവായി അങ്ങിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവകത്തുമ്പോൾ എല്ലാം അങ്ങേ തരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അനുഗ്രഹത്തോട്